I'm gonna answer to your certain question. Looking to date right now? No. What would you prefer, arranged marriage or love marriage? சாவனோட முடி பண்ணிட்டா தூக்குமாட்டு செத்தாயண்ணா லோரியில் அடிபட்டு செத்தாயண்ணா ரெண்டுமே ஒன்று தானே. சாரி யுவரான தங்களுக்கு தெரியாத சட்டம் ஒன்றும் இல்லை. നമ്മൾ കാണുന്നവരോടൊക്കെ ഒരു ക്രഷ് തോന്നത്തില്ലേ, അത് വേറെ. പൊടി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഐ ജസ്റ്റ് തിങ്ക് അടുത്ത് എന്ത് പോസ്റ്റ് ഇടുന്നത്. ആർ യു ആൻ ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? How do I tell you? Are you single or committed? Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഐ എം ഗോണ ആൻസർ ടു യുവർ സഡൻ ക്വസ്റ്റ്യൻസ് യു ഹാവ് ആസ്ക്ഡ് മീ. നിങ്ങൾ എന്നോട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിനാണ് ഇന്ന് ഞാൻ ആൻസർ പറയാൻ പോകുന്നത്. കാരണം കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, NGL ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ട്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാവുന്ന രീതിയിൽ ഞാൻ ഫണ്ണി ആയിട്ടാണ് ഇട്ടത്. അപ്പം ഐ ജസ്റ്റ് ഗെറ്റ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ഐ ഗോട്ട് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പം കുറച്ചൊക്കെ ഫണ്ണി ആയിട്ടുള്ളതും കുറച്ചൊക്കെ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ അത് സ്റ്റോറി ആയിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ചിലത് ഞാൻ അങ്ങനെ സ്റ്റോറി ഇട്ടിട്ടില്ലായിരുന്നു. ദെൻ ഐ തോട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് ഫുള്ളായിട്ടും കിട്ടിയേക്കാം, ലൈക്ക് ആൻസർ ചെയ്തതും ചെയ്യാത്തതുമായിട്ട് എല്ലാം അങ്ങ് സ്റ്റോറി ആയിട്ട് ലൈക്ക് ഒരു വീഡിയോ ആയിട്ടും കിട്ടിയേക്കാന്ന് വിചാരിച്ചു. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ എം ഗോണ ഡു ടുഡേ. സോ ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി സോ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫണ്ണി ആയിട്ട് വിചാരിക്കുന്നു. ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് സോ കുറച്ചും കൂടി ഫണ്ണി ആക്കാൻ ട്രൈ ചെയ്യാം. So let's get started. So ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്കിൽ. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് എളുപ്പമല്ലേ, നോക്കി വായിച്ചാൽ മതിയല്ലോ, ലൈക്ക് നോക്കി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ മതിയല്ലോ വിചാരിച്ചു. So let's start our first question. First question is, you looking to date right now? No. So it's a big no, because I'm not interested in dating or something like that, because recently I just lost my entire interest in relationship and all. So എനിക്ക് ഡേറ്റിങ്ങിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ളൊരു തോട്ടാണ്. So I'm not looking to date anyone. I lost my interest in റിലേഷൻഷിപ്പിലോട്ടുള്ള അതിനോട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ആയി എനിക്ക് മൊത്തത്തിൽ അങ്ങ് പോയി കിട്ടി. So I'm not looking to date, or even I'm not getting attracted to anyone nowadays. I don't know why. അപ്പോൾ അതാണ് ആൻസർ. ഇറ്റ്സ് എ ബിഗ് നോ. സോ ലെറ്റ്സ് നമുക്ക് ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ നോട്ട് ഡൗൺ ചെയ്തിടാം, അത് കുറച്ച് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ചേച്ചി യു ആർ വൺ ഓഫ് ദി കൈൻഡസ്റ്റ് സോൾസ് ഐ ഹാവ് മെറ്റ് ഇൻ CNC. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ഗ്രേറ്റ് കോംപ്ലിമെന്റ് ഫോർ മീ. CNC എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് നഗർ കോളേജ് ഞാൻ ഇപ്പോൾ പഠിക്കുന്ന കോളേജ് ആണ് ക്രൈസ്റ്റ് നഗർ കോളേജ്. അത് നമ്മൾ CNC എന്നാണ് ഷോർട്ടിൽ വിളിക്കുന്നത്. സോ യു ആർ വൺ ഓഫ് ദി കൈൻഡസ്റ്റ് സോൾ. താങ്ക് യു സോ മച്ച്. ഐ ഡോണ്ട് നോ ഇത് ആരാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത് എനിക്കറിയില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ അയച്ചത് എനിക്കറിയില്ല. ബിക്കോസ് NGLലാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് പറഞ്ഞത്. അപ്പം എനിക്കറിയില്ല അത് ആരാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സെൻഡ് ചെയ്തത്. ബട്ട് ഐ എം സോ താങ്ക് യു സോ മച്ച്. എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കോംപ്ലിമെൻ്റ് ആണത്. ബിക്കോസ് ചേച്ചി യു ആർ കൈൻഡ്, യു ആർ ഗുഡ് ടു എവരി വൺ എന്നുള്ള, ചേച്ചി റൂഡല്ല, എല്ലാവരോടും നല്ല രീതിയിലാണ് എന്താ പറയുന്നത് ബിഹേവ് ചെയ്യുന്നത്. ഇതൊക്കെ എനിക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കോംപ്ലിമെൻ്റ് ആണ്. സോ താങ്ക് യു സോ മച്ച്. ചേച്ചി, ഹൗ ഡിഡ് യു ക്ലിയർ യുവർ സ്കിൻ? ദ ഫസ്റ്റ് ടൈം ഐ സോ യു ഹാഡ് സോ മച്ച് ആക്നെ ആൻഡ് പിമ്പിൾസ്. സം ടിപ്സ് പ്ലീസ്. ആക്ച്വലി ഞാനിത് ഒരു വീഡിയോ ആയിട്ട് തന്നെ സ്പെഷ്യൽ ഒരു അടുത്തൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ച ഒരു കോണ്ടന്റ് ആയിരുന്നു ആക്ച്വലി. ബട്ട് ഞാനിപ്പോൾ കുറച്ച് പറഞ്ഞേക്കാം. ആക്ച്വലി ഐ വിൽ പോസ്റ്റ് ഞാൻ എൻ്റെ മുമ്പത്തെ ഐ തിങ്ക് ഒരു 2 years ബാക്ക് എൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നു എന്ന് ഞാനിവിടെ ഒരു ഇമേജ് കൊടുത്തേക്കാം. യു ക്യാൻ സീ ദാറ്റ് ഐ ഹാഡ് ലോട്ട് ഓഫ് പിമ്പിൾസ് ആൻഡ് ആക്നെ എനിക്കുണ്ടായിരുന്നു ഫോർ എ ഫ്യൂ ഇയേഴ്സ്. അപ്പം ഫസ്റ്റൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്ത് ഈ ഒരു പിമ്പിൾസ് ആൻഡ് ആക്നെ മാറണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ജസ്റ്റ് ഐ സ്റ്റാർട്ടഡ് റിസർച്ച് മോണിറ്റ് എന്തൊക്കെയാണ് റീസൺസ്, എന്താണ് നമ്മുടെ ആക്നെ വരാനുള്ള കാരണങ്ങൾ, എന്താണ്, എങ്ങനെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം എന്നൊക്കെ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കി തുടങ്ങിയത്. ആൻഡ് ജസ്റ്റ് ഐ മെയ്ഡ് സം ചേഞ്ചസ് ഇൻ മൈ സ്കിൻ. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഐ മെയ്ഡ് ചേഞ്ച് ഇൻ മൈ ഡയറ്റ്. ഞാൻ കഴിക്കുന്ന ഫുഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി. ആൻഡ് ദാറ്റ്സ് എ വൺ തിങ് ദാറ്റ് മെയ്ഡ് സോ മച്ച് ഡിഫറൻസ്. പിന്നെ നമ്മൾ സ്കിൻ കെയർ നല്ല രീതിയിൽ ചെയ്യുക, എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, വർക്കൗട്ട് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്താൽ ഐ വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ സെപ്പറേറ്റ് വീഡിയോ ഫോർ ഇറ്റ്. ഓക്കെ, അതായിരിക്കും പറ്റും. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് വുഡ് യു പ്രിഫർ, അറേഞ്ച് മാരേജ് ഓർ ലവ് മാരേജ്? എനിക്കറിയില്ല ഇത് എന്താണ് ഇങ്ങനെ എന്നോട് ചോദിച്ചതെന്ന്. ഫോർ മീ ഐ വിൽ ആൻസർ in one sentence. ഒരു സെൻറ്റൻസിൽ ഞാൻ ആൻസർ ചെയ്യാം.
സാവണോണ്ട് മുടി പണിട്ട തൂക്കുമാട്ടി സെത്തായണ ലോറിയിൽ അടിപ്പെട്ട് സെത്തായണ രണ്ടും തന്നെ. സാരി ഇവരാണ് തങ്ങൾക്ക് தெரியாத சட்டம் ஒன்றுமில்லை. സോ എനിക്ക് അത്രേ പറയാവുള്ളൂ. എനിക്ക് ലവ് മാരേജിനെ പറ്റിയിട്ടോ അറേഞ്ച് മാരേജിനെ പറ്റിയിട്ടോ അങ്ങനെ ഭയങ്കര പെർസെപ്ഷൻസ് ഒന്നുമില്ല. ഐ റിയലി ഹേറ്റ് മാരേജ്. അതെനിക്ക് അതിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് വൺ, ആർ യു എ ഡോഗ് പേഴ്സൺ ഓർ എ കാറ്റ് പേഴ്സൺ? Definitely I am a dog person because I really love dogs. എനിക്ക് വീട്ടിലും ഒരു ഡോഗ് ഉണ്ട്. ഹിസ് നെയിം ഇസ് ടോബി. ഹീസ് ടേണിംഗ് 3 ദിസ് ഇയർ. അപ്പം വീട്ടിലായാലും ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് ഐ ക്യാൻ സീ എവരിഡേ. പക്ഷെ അവൻ കുഞ്ഞായിരുന്നു. അപ്പം എനിക്ക് അവനെ പറ്റി ഓർ പറയുമ്പോൾ റിയലി എൻ്റെ മൈൻഡ് വരുന്ന സംഭവിച്ചാൽ ഐ റിയലി നൗ എന്താ പറയുക ഇമാജിൻ ആയി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഡേ ഐ മെറ്റ് ഹിം. എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. It's almost 3 years back, but still I remember the first day അവനെ ഞാൻ മീറ്റ് ചെയ്ത ദിവസം. It was little like നമ്മൾ കൈയിൻ്റെ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൈ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് എത്ര കാണും അത്രയേ അവൻ കാണത്തുള്ളൂ. ആൻഡ് ഈ ഞാൻ അവന് മറ്റേ ബോട്ടിൽ നമ്മൾ പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഫുഡൊക്കെ കൊടുത്തതും അവനങ്ങനെ ഒരു ഷീറ്റൊക്കെ കൂടി ഉറക്കി കിടത്തിയതും ഐ സ്റ്റിൽ റിമെമ്പർ എവറിത്തിങ്. ഐ റിയലി മിസ് ഹിം. അത് അവൻ ഇങ്ങനെ അതിൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കുറച്ചൊന്നും നന്നായിട്ട് വളർന്നു. 3 വയസ്സൊക്കെ ആവാറായില്ലേ. ഡോഗ്സ് പെട്ടെന്ന് വളരും ആക്ച്വലി. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് അവൻ വളരണ്ടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അവനെ കൂട്ടിലാക്കി പാരൻസൊക്കെ അവന് കൂട് വെച്ച് കൊടുത്ത് കൂട്ടിലാക്കി. പിന്നെ അവന് പഴയ പോലെ ഞങ്ങളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. മുമ്പൊക്കെ ഹി യൂസ് ടു കം ടു മൈ ബെഡ്റൂം ആൻഡ് സ്ലീപ്പ് ഇൻ മൈ ബെഡ്റൂം. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കത് എൻ്റെ ബെഡിലൊക്കെ ഉറങ്ങുമായിരുന്നു. അതൊക്കെ ഞാൻ ഭയങ്കര മിസ് ചെയ്യും. ലൈക്ക് അവനെ ഹഗ് ചെയ്യുന്നതും അവൻ്റെ കൂടെ കളിക്കുന്നതൊക്കെ ഞാൻ ഐ ജസ്റ്റ് മിസ് ഇറ്റ്. ബട്ട് ഐ എം എ ഡോഗ് പേഴ്സൺ. എനിക്ക് ക്യാറ്റ് ഇഷ്ടം ഇല്ല എന്നല്ല. ബട്ട് ക്യാറ്റിനെ പേടി എന്നാണോ ക്യാറ്റിനെ ഇഷ്ടമില്ല എന്നോ അങ്ങനെയൊന്നും അല്ല. എനിക്ക് കമ്പാരിറ്റീവ്ലി ഐ എം എ ഡോഗ് പേഴ്സൺ. എനിക്ക് ഇപ്പം വഴി കൂടെ ഒരു ഡോഗ് പോയാലും ഐ യൂസ് ടു അഡ്മയർ ഇറ്റ്. ഒരു കാണാൻ ക്യൂട്ടായിട്ടുള്ള ഡോഗൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. സോ ഐ എം എ ഡോഗ് പേഴ്സൺ. ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? ഓഫ് കോഴ്സ് എനിക്ക് 2 ചേട്ടന്മാർ, സ്വന്തമായിട്ട് 2 ചേട്ടന്മാരുണ്ട്. ദേ ആർ ഒരാൾ എന്നെക്കാട്ടും ഒരു 3 year old, അടുത്ത ആൾ എന്നെക്കാട്ടും 5 year old. ദർ ലൈക്ക് എനിക്കെന്തോ ഭയങ്കര ബോഡി ഗാർഡ്സ് കിട്ടിയ ഒരു ഫീലാണ് അവർ രണ്ടുപേരും എൻ്റെ ലൈഫിലുള്ളത്. ആൻഡ് ഐ എം റിയലി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ബട്ട് ഐ ഹാവ് ടു സേ വൺ തിങ്, അവർ എനിക്ക് എൻ്റെ ചേട്ടന്മാരാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ആവാറില്ല. ഫോർ മീ ദേ ആർ മൈ ഫ്രണ്ട്സ്. എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് അവർ. ബിക്കോസ് ഞാൻ അവരെ ചേട്ടാന്ന് പോലും വിളിക്കാറില്ല. ഐ ജസ്റ്റ് കോൾ ദം ബൈ ദെയർ നെയിം. വീട്ടിൽ നിന്ന് ഇപ്പം മുമ്പൊക്കെ വഴക്കിട്ടാറുണ്ട് ചേട്ടന്മാരെ ചേട്ടാന്ന് വിളിക്കാതെ അവരുടെ പേര് വെച്ച് വിളിക്കുമ്പോൾ. ബട്ട് എനിക്കിപ്പം അങ്ങനെയൊന്നുമില്ല. അവർക്കത് യൂസ്ഡായി, എനിക്കത് യൂസ്ഡായി. പിന്നെ അവർക്ക് കേൾക്കുന്നവർക്ക് പ്രശ്നമില്ല. അങ്ങനെ ഇപ്പം ഞാൻ അവരെ വിളിക്കും. പക്ഷേ ഐ ഹാവ് റെസ്പെക്ട് ടു ദം, റെസ്പെക്ട് ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചേട്ടൻ വിളിക്കാറില്ല. എനിക്ക് ആ ഒരു ഫ്രണ്ട്ലി ഫീലിംഗ് ആണ് അവരോട്. എനിക്ക് എല്ലാം ഓപ്പണായിട്ട് പറയാം എല്ലാ കാര്യങ്ങളും. ആ ഒരു കുറച്ച് ഫ്രണ്ട്ലി ആണ് ഞാൻ. അപ്പം ആ ഒരു so I have 2 elder brothers. What's the one weirdest food combo you ever tried? ഓക്കെ, എനിക്കിതിനെ പറ്റി പറയണം. ഞാൻ ലാസ്റ്റ് ഇയറിൽ ഐ വെന്റ് ടു ട്രിവാൻഡ്രത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കേരളീ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഞാൻ എൻ്റെ റൂംമേറ്റും പോയായിരുന്നു. ആൻഡ് ഷീ സെഡ് അവിടെ ഫുഡ് സ്റ്റോൾ പോലെ ഇങ്ങനെ സംഭവം വന്നായിരുന്നു. ഐ തിങ്ക് പാളയത്താണെന്ന് തോന്നുന്നു. അവിടെ വന്ന സമയത്ത് ഷീ ടോൾഡ് മീ ലൈക്ക് അവിടെ ഇതുണ്ട്, പഴംപൊരി ആൻഡ് ബീഫ് കിട്ടും, അത് കഴിക്കാമെന്ന് പറഞ്ഞു. ഐ വാസ് ലൈക്ക് ബ്രദർ, ഒരു ഫീലാണ് എനിക്ക്. ലൈക്ക് ബ്രോ പഴംപൊരിയും ബീഫ് എന്ത് കോമ്പോ എന്ന് പറഞ്ഞു എനിക്കൊരുമാതിരി കേട്ടപ്പോൾ. ബട്ട് ഷീ സെഡ് ഓക്കെ ബ്രോ ലെറ്റ്സ് ട്രൈ, ഓക്കെ കഴിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് ഷീ ജസ്റ്റ് ഗിവ് മീ. സീരിയസ്ലി ഞാൻ കഴിച്ചങ്ങം അഡിക്റ്റായി. ഐ ജസ്റ്റ് ബ്രോട്ട് ഇറ്റ് അഗെയിൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആയിരുന്നു രണ്ടും ഒരുമിച്ച്. അത് നല്ല ചൂട് പഴംപൊരി, നല്ല ചൂട് ബീഫ് കറി ആയിരുന്നു എൻ്റെ പൊന്നും. സീരിയസ് അതിനുശേഷം ഞാൻ ആ ഫുഡ് കോമ്പോ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വിയേർഡ് ആണെന്ന് കരുതി കഴിച്ച ഒരു ഫുഡായിരുന്നു അത്. ബട്ട് ഇറ്റ് വെന്റ് സോ ഗുഡ്. That's the one weirdest food I have ever tried. എനിക്ക് ഇനിയത് ട്രൈ ചെയ്യണമെന്നുണ്ട്. ബട്ട് that's the one thing I ever tried. So the next question is, have you ever got crush on any of your college mates? Never have I ever. സോറി, ഞാൻ ഇതുവരെയ്ക്കും എനിക്ക് അങ്ങനെ ആരോടും ക്രഷ് തോന്നിയിട്ടില്ല. മൈ കോളേജ് മേറ്റ്സിൽ സ്കൂൾ ടൈമിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോടും എൻ്റെ സ്കൂളിലെ പിള്ളേരോടും ക്ലാസ് പിള്ളേരോടും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. സ്കൂൾ ടൈമിൽ നമ്മൾ കുറച്ച് മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കാണുന്നവരോടൊക്കെ ഒരു ക്രഷ് തോന്നത്തില്ലേ, അത് വേറെ. അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആരോടും തോന്നിയിട്ടില്ല. ഒരു ക്രഷൊന്നുമല്ല, ഒരു അട്രാക്ഷൻ ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല കോളേജിൽ വന്ന ശേഷം. സോ ദാറ്റ്സ് എ ബിഗ് നോ. Let's go to the next question. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മൂവി? ഓക്കെ, so let's talk about it. My favorite movie
മൂവി എവർ ഈസ് മരണമായിരം. എനിക്കത് ഒരുപാട് ഇഷ്ടമാണ് ആ മൂവി. ഐ ഡോണ്ട് നോ ഞാൻ ലൈഫ് എത്ര വട്ടം ആ മൂവി കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. എപ്പോഴൊക്കെ എനിക്ക് കാണാൻ കിട്ടണം ഐ ഡെഫിനറ്റ്ലി വാച്ച്. ഇപ്പം ഫോണിലായാലും കുറേ വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്, ടി വിയിൽ എപ്പോഴും വന്നാലും ഐ ജസ്റ്റ് വാച്ച് ഇറ്റ്. അത് ഞാൻ ഒന്നും മിസ് ചെയ്തില്ല, ഒരു സിനിമ മിസ് ചെയ്തില്ല. എല്ലാ സോങ്ങും ഞാൻ ഇരുന്ന് കാണും, എല്ലാ മൂവി എല്ലാ സീൻസും ഞാൻ ഇരുന്ന് കാണും. ഐ ജസ്റ്റ് ലവ് ദാറ്റ് മൂവി. ആൻഡ് യു നോ സൂര്യ ഈസ് മൈ ഫേവറേറ്റ് ആക്ടർ. ആൻഡ് അതുകൊണ്ട് മാത്രമല്ല എനിക്ക് ദ വേ ഹി ആക്ട് അല്ലെങ്കിൽ ദ ഡെഡിക്കേഷൻ എവറിത്തിങ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ സിനിമയിലെ സോങ്സ് ആയാലും ഐ എം ജസ്റ്റ് അഡിക്റ്റഡ് ടു ദാറ്റ് മൂവി. ദാറ്റ്സ് മൈ ഫേവറേറ്റ്. ആ മൂവി അല്ലാതെ വേറെ ഒന്നും ഇതുവരെയ്ക്ക് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ചില മൂവീസ് ഇഷ്ടമാണ്, ഓക്കെ വന്നാൽ വീണ്ടും കാണാം, ഓക്കെ അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് ഉണ്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഫേവറേറ്റ് ആയിട്ട് ഈ മൂവി മാത്രമേ ഇന്നുവരെയ്ക്കേ ഉള്ളൂ. ഇതിന് വല്ലാതെ വേറെ ഒരു മൂവിയും വന്നിട്ടില്ല. സോ ദാറ്റ് ഈസ് മൈ ഫേവറേറ്റ്. ഈസ് ഹൗ ടോൾ ആർ യു? ഓക്കെ, എൻ്റെ ഹൈറ്റ് വന്നിട്ട് ഞാനൊരു 6-7 months മുമ്പേ ആണ് ഞാൻ ചെക്ക് ചെയ്തത്. മൈ ഹൈറ്റ് വാസ് 176 centimeter. അത് നിങ്ങൾ ഇതിലൊക്കെ എടുത്തോളൂ, ഫീറ്റിലൊക്കെ നിങ്ങൾ എടുത്താൽ മതി. 176 ആയിരുന്നു. ബട്ട് ഇപ്പം എനിക്കറിയില്ല, ഒരു 6 മാസമായി ഹൈറ്റ് നോക്കിയിട്ട്. ബട്ട് 176 എൻ്റെ ജനറ്റിക്കലി ഉള്ള ഹൈറ്റ്. ബിക്കോസ് ഞങ്ങളുടെ ഫാമിലിയിൽ മൈ ബ്രദേഴ്സ്, എൻ്റെ പപ്പ, ഞാൻ, എൻ്റെ ഗ്രാൻഡ് പാരൻസ് എല്ലാവരും കുറച്ച് ഹൈറ്റുള്ള വ്യക്തികളാണ്. സോ അതാണ് എൻ്റെ ഹൈറ്റ്. ആൻഡ് സ്കൂൾ ടൈം മുതലേ ക്ലാസ്സിലും കുറച്ച് ഹൈറ്റുള്ള കുട്ടിയായിരുന്നു ഞാൻ, കുറച്ച് ടോളായിരുന്നു. അസംബ്ലിയിലൊക്കെ എപ്പോഴും ഞാൻ ബാക്ക് ലൈനിലായിരിക്കാറ്, കാരണം ക്ലാസ്സിൽ ടോളായിട്ടുള്ള കുട്ടി ആയതുകൊണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ഡാൻസ് ഒക്കെ കളിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ ബാക്കിലായിരുന്നു എപ്പോഴും നിൽക്കാറ്, സ്കൂൾ ടൈമിലൊക്കെ ഹൈറ്റ് ഉള്ളതുകൊണ്ട്. സോ ദാറ്റ്സ് മൈ ഹൈറ്റ്. ചേച്ചി, യു ആർ റിയലി ഗുഡ് ഇൻ പ്രസൻറ്റേഷൻ. ഐ ആം എ ഹ്യൂജ് ഫാൻ ഓഫ് യുവർ യൂട്യൂബ് വീഡിയോസ്. Plus you are a photogenic too. I think you should definitely give a try on modeling. Thank you so much for this compliment. Actually, yeah, you are good in presentation. Actually, presentation ഞാൻ ഇപ്പോഴും backward ആണ്, because I am trying to get it more interesting. ഞാൻ ഇപ്പോഴും ബേസിക് ആയിട്ടാണ് എല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെന്നുണ്ട്. I want to make it more better and എൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് ആയാലും പ്രസൻറ്റിംഗ് സ്കിൽസ് ആയാലും. But anyway, thank you for this compliment. യുവർ ഫോട്ടോജെനിക്, അതെന്ത് ഉദ്ദേശിച്ച് പറഞ്ഞ് മനസ്സിലായില്ല. ബിക്കോസ് എൻ്റെ ഇൻസ്റ്റയിൽ ഇടുന്ന പോസ്റ്റ് ഒക്കെ കണ്ടിട്ടായിരിക്കാം കുട്ടി അങ്ങനെ പറഞ്ഞ്. ബട്ട് ഞാൻ പോലും ഓരോ ഫോട്ടോയും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ ഫോട്ടോയും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഐ ജസ്റ്റ് തിങ്ക് അടുത്ത് എന്ത് പോസ്റ്റ് ഇടണം, എന്ത് പോസ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് യു പീപ്പിൾ ആർ ടെല്ലിങ് മീ ഫോട്ടോജെനിക്. ഓക്കെ, നൈസ്. ആൻഡ് യു ക്യാൻ ട്രൈ ഓൺ മോഡലിംഗ്. എടാ, മോഡലിംഗ് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഞാൻ ഇതുവരെയ്ക്ക് അതിനെപ്പറ്റി തിങ്ക് ചെയ്തിട്ടേ ഇല്ല. ബിക്കോസ് മോഡലിംഗ് ചെയ്യാനായിട്ട് കുറച്ച് ഫിസിക്കൽ ഫീച്ചേഴ്സൊക്കെ ആവശ്യമുണ്ട്. ബിക്കോസ് അതെനിക്ക് കുറച്ച് കുറവുണ്ട്. അതിൻ്റെ പേഴ്സണലി എനിക്ക് അതിൻ്റെ കുറച്ച് ലാക്നെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ മോഡലിംഗ് ഒന്നും ട്രൈ ചെയ്യാൻ പോകുന്നില്ല. ബട്ട് ബൈ ദ വേ, താങ്ക് യു സോ മച്ച്. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ, പറയാൻ പറ്റത്തില്ല. ബട്ട് എനിവേ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്. ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് യുവർ ബോഡി ടൈപ്പ്? ഓക്കെ, സോ മൈ ബോഡി ടൈപ്പ് ഈസ് മെസമോർഫ്. മിക്കവർക്കും അറിയാമെന്ന് അറിയില്ല, ഡിഫറെൻറ്റ് ബോഡി ടൈപ്സ് നമുക്കുണ്ട് 3 അതിൽ എൻ്റെത് മെസമോർഫ് ആണ്. എൻ്റെ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഭയങ്കര വണ്ണവുമല്ല, അറ്റ് ദ സെയിം ടൈം ഭയങ്കര വണ്ണം കുറവുമല്ല. ഐ ലൈ ഇൻ ബിറ്റ്വീൻ ദീസ് 2 ടൈപ്സ്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബോഡി ടൈപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്നും വണ്ണം വയ്ക്കാനും പറ്റും, പെട്ടെന്ന് വണ്ണം കുറയാനും പറ്റും. അങ്ങനത്തെ ഒരു ബോഡി ടൈപ്പാണ്. സോ ഐ ഫീൽ സോ ബ്ലെസ്ഡ്. കാരണം എനിക്ക് വണ്ണം വയ്ക്കണം തോന്നിയാൽ പെട്ടെന്ന് വണ്ണം വയ്ക്കാം, വണ്ണം കുറയ്ക്കണം തോന്നിയാൽ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാം. ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്, അവർ ദേ സ്ട്രഗിൾ ടു ഗെയിൻ വെയിറ്റ് ഓർ ദേ സ്ട്രഗിൾ ടു ലൂസ് വെയിറ്റ്. പക്ഷെ എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സ് വെച്ചാൽ എനിക്കൊരു 2 weeks വന്നാൽ മതി, ഐ വിൽ ഡെഫിനറ്റ്ലി ഗെയിൻ വെയിറ്റ്. ആൻഡ് വിത്തിൻ 2 weeks ഐ ക്യാൻ ഡു വെയിറ്റ് ലോസ്. നല്ല അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ വെയിറ്റ് ലോസ് എനിക്ക് 2 ആഴ്ച കൊണ്ട് ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഡു. ഡയറ്റ് നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 1 to 2 kgs ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പം എൻ്റെ ബോഡി അങ്ങനെ ഒരു ബോഡി ടൈപ്പാണ്, പെട്ടെന്ന് കൊണ്ട് കുറയും കൂടുകയും ചെയ്യുന്നത്. സോ മൈ ബോഡി ടൈപ്പ് ഇസ് നസം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ആർ യു ആൻ ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? How do I tell you? Bro, I am an extrovert for sure. എനിക്കൊരു ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ വാസ് എൻ ഇൻട്രോവേർട്ട്. സ്കൂൾ ടൈമിലൊക്കെ ഞാൻ കുറച്ചൊന്ന് ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു ക്യാരക്ടർ, എൻ്റെ ഒരു ബിഹേവിയർ കമ്പയർ ചെയ്യുമ്പോൾ സ്കൂൾ ടൈമിൽ ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ട് പിള്ളേരോട്ട് അങ്ങനെ എൻഗേജ്ഡ് ആയി മിങ്കിളായി അങ്ങനെ ഒന്നും നിൽക്കുന്നത്. ഞാൻ അത്ര കോൺഫിഡൻറ്റ് ആയിരുന്നില്ല സ്കൂൾ ടൈമിൽ. സോ ഐ വാസ് എസ് ഇൻട്രോവേർട്ട് ഇൻ സ്കൂൾ ടൈം. But now I am extrovert. ഞാൻ കുറച്ചൊന്ന് I am confident on myself and I am love to be surrounded by people. I love to talk to people. I love to be engaged with people. Social activities ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ് ആളുകളോടൊക്കെ. I don't have the fear of people or
ആളുകളുണ്ടോ അയ്യോ ആളുകൾ വിചാരിക്കും അവരുടെ ഇടയിൽ സംസാരിച്ചെന്ന് വിചാരിക്കും അങ്ങനത്തെ ഒരു ഇതില്ല എനിക്ക് ഐ ലവ് ടു എൻഗേജ് വിത്ത് പീപ്പിൾ സോ ഐ എം എ പീപ്പിൾ പേഴ്സൺ സോ ഐ എം എൻ എക്സ്ട്രോവേർട്ട്. Next question is what is the one thing you look for in a partner? Okay, I have to talk about it. കാരണം ലൈഫിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എനിക്ക് വളരെ എന്താ പറയുന്നത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട്സ് ദ വൺ തിങ് യു ലുക്ക് ഫോർ ഇൻ എ പാർട്ട്ണർ? ഐ വിൽ ലുക്ക് ഫോർ റെസ്പെക്ട് ടുവേർഡ്സ് ഈച്ച് അതർ. എന്നുവെച്ചാൽ ഒരു ഗേളിനോട് കാണിക്കേണ്ട റെസ്പെക്ട്, അതാണ് ഞാൻ ഒരു പാർട്ട്ണറിൽ കാണുന്നത്. ഐ ഡോണ്ട് ഗോ ഫോർ ലുക്സ് ഓർ ഐ ഡോണ്ട് ഗോ ഫോർ എനി അതർ തിങ്. ദ വേ എ മാൻ ട്രീറ്റ്സ് എ ഗേൾ, ദാറ്റ്സ് ദ വൺ തിങ് ഐ ലുക്ക് ഫോർ ഇൻ എ പാർട്ട്ണർ. എങ്ങനെ ഒരു പെൺകുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. അല്ലാതെ ഞാനൊരാണാണ് സോ നീ ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഐ എം എ മാൻ സോ യു ഷുഡ് ഒബേ മീ, ഓർ ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല ബിക്കോസ് യു ആർ എ ഗേൾ ഓർ യു ആർ എ വുമൻ. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വുമനെ സപ്രസ് ചെയ്യുന്ന ഒരു ആണ് പാർട്ട്ണറിനെ എല്ലാം ലുക്കിംഗ് ഫോർ. സോ ഒരു പാർട്ട്ണറിൽ ഐ വിൽ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെസ്പെക്ട്. ഒരു പെണ്ണിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. ആൻഡ് വേറെ ഒരു കാര്യം എനിക്ക് ആവശ്യമില്ല, റെസ്പെക്ട്. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഐ തിങ്ക് എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി കുറച്ചും കൂടെ സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ അത് കുറച്ച് പേഴ്സണലായി പോകും, പേഴ്സണലായിട്ട് ഇന്ന് എക്സ്റ്റെൻഡ് ആയി പോകും. നെക്സ്റ്റ് ജംപ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ക്വാളിറ്റി അബൌട്ട് യുവർ സെൽഫ്? നൈസ് ക്വസ്റ്റ്യൻ. എന്നെ പറ്റി എനിക്ക് തന്നെയുള്ള ഫേവറേറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഐ ഫോർഗീവ് പീപ്പിൾ പെട്ടെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ ഫോർഗീവ് ചെയ്യും. ഇപ്പം എന്നോട് എന്നെ അത്രയ്ക്കും ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്ത ഒരാൾ എന്നാൽ പോലും ഞാൻ പെട്ടെന്ന് ക്ഷമിക്കും. ദാറ്റ്സ് വൺ തിങ്. ബട്ട് ഐ ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഒരാൾ എന്നെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്തു, ഭയങ്കര വേഴ്സ്റ്റായിട്ട് എന്നെ ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാനത് മറക്കുന്ന കളയത്തില്ല. ഐ കീപ്പ് ഇറ്റ് ഇൻ മൈ മൈൻഡ്. പക്ഷെ ഞാൻ ഫോർഗീവ് ചെയ്യും. ഇപ്പോൾ ഒരാൾ എന്നോട് ഒന്നൊരു സോറി ചോദിച്ചാലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചു ഓക്കെ ലെറ്റ്സ് ലീവ് ഇറ്റ് ഓർ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ പെട്ടെന്ന് ഫോർഗീവ് ചെയ്യും. ബട്ട് ഭയങ്കര എക്സ്ട്രീം ലെവലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് അലോ ദം ടു കം അഗെയിൻ ഇൻ മൈ ലൈഫ്. പക്ഷെ എനിക്ക് ഫീൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ക്ഷമിക്കും എല്ലാവരോടും. ഇപ്പം എന്നെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ അറിയാതെ ഹേർട്ട് ചെയ്തതായ പോലും ഐ ഫോർഗീവ് ദം. അത് എനിക്ക് എന്നിൽ തന്നെ ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റിയാണ്. അതെനിക്കിതൊരിക്കലും മാറ്റണമെന്ന് തോന്നിയിട്ടില്ല. ബിക്കോസ് ഐ വാണ്ട് മേക്ക് ഷുവർ ദാറ്റ് അതർ പീപ്പിൾ ഇസ് ഫീലിംഗ് ഗുഡ്. ഞാൻ കാരണം അവരൊന്നും സഫർ ആവേണ്ട എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ that's the one thing, one quality I love about myself. Next question. If you could tell your past self one thing, what it would be? Okay, this is interesting. കാരണം എൻ്റെ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ടീനേജ് സമയത്ത് അല്ലെങ്കിൽ ടീനേജിലുള്ള സ്റ്റെഫിയോട് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം, ഐ വിൽ സേ സ്റ്റെഫി പ്ലീസ് ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് യു. നിന്നെപ്പറ്റി ബാക്കിയുള്ളവർ എന്ത് പറയുന്നുണ്ട്, ചുറ്റുള്ളവർ നിന്നെപ്പറ്റി എന്ത് പറയുമെന്ന് ആലോചിച്ച് ദൈവീക നിന്റെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കല്ലേ. ഇതാണ് എനിക്ക് എൻ്റെ യങ്ങർ സെൽഫിനോട് പറയാനുള്ളത്. ഇഫ് ഐ ഫൈൻഡ് മൈ ഇന്നർ സെൽഫ് ഇൻ ലൈക്ക് കാണാൻ എനിക്ക് എൻ്റെ യങ്ങർ സെൽഫിനോട് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ ഹർ പ്ലീസ് ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് അതർ പീപ്പിൾ സേ. നിന്നെപ്പറ്റി നീ എന്ത് നല്ലത് ചെയ്താലും നിന്നെപ്പറ്റി മോശമായിട്ട് പറയാൻ കുറേ പേര് കാണും. നീ എന്ത് ചീത്ത ചെയ്താലും നിന്നെപ്പറ്റി മോശമായിട്ട് പറയാൻ കുറേ പേര് കാണും. സോ പ്ലീസ് ഇഗ്നോർ ദം. അവരെ പറ്റുന്ന കയറേണ്ട ആവശ്യമില്ല. അവർ നിന്റെ ലൈഫിൽ നിനക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ല. നീ തന്നെയാണ് നിന്റെ എംപയർ ബിൽഡ് ചെയ്യേണ്ടത്. സോ നീ തന്നെയാണ് നിനക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. സോ നിനക്ക് എന്ത് ഇഷ്ടമോ അതങ്ങ് ചെയ്തോട് പോവുക. ദ ഓൺലി പീപ്പിൾ യു ഷുഡ് വാല്യൂ ഈസ് യുവർ പാരൻസ്, യുവർ ഫാമിലി. അവരെ മാത്രം നീ നോക്കുക. ബാക്കി ആര് പറയുന്നതും ദയവ് ചെയ്ത് കേൾക്കരുത്. ദാറ്റ്സ് ദ വൺ തിങ് ഐ വിൽ ടെൽ അബൌട്ട്. ഇപ്പം ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്ന് എൻ്റെ പാസ്റ്റ് സെൽഫിനെ അറിയാം, അല്ലെങ്കിൽ സോറി എൻ്റെ യങ്ങർ സെൽഫിനെ അറിയാമെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഇപ്പോൾ എൻ്റെ ടീനേജിലുള്ള സ്റ്റെഫിക്ക് അറിയാം, ഒരു ആഗ്രഹമുണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ ഹർ പ്ലീസ് സ്റ്റാർട്ട്. പെട്ടെന്ന് അങ്ങ് തുടങ്ങിക്കോ. ആരെന്ത് പറയുന്നു എന്ന് വിചാരിക്കേണ്ട, പെട്ടെന്ന് തുടങ്ങിക്കോ എന്നേ ഞാൻ എൻ്റെ യങ്ങർ സെൽഫിനോട് പറയത്തുള്ളൂ. പ്ലീസ് യു ഡു വാട്ട് മേക്സ് യു ഹാപ്പി. ആരെന്ത് പറയും വിട്ടേക്ക്. ആ ഒരു തോട്ട് മൈൻഡിൽ നിന്ന് മാറ്റി. അത് that's one thing I will tell my younger self. So let's jump into the next question. What is the best surprise you have ever received? Okay, ഇതിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ ജസ്റ്റ് ലൈക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഇറ്റ്സ് അബൌട്ട് മൈ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. വൺസ് മൈ എക്സ് ബോയ് ഫ്രണ്ട് കെയിം ടു മൈ കോളേജ്. എൻ്റെ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് ഹി ജസ്റ്റ് സർപ്രൈസ്ഡ് മീ. ഒരു നാട്ടിലില്ലായിരുന്നു, അബ്രോഡ് ആയിരുന്നു. ആൻഡ് എന്നോടൊന്നും അറിയിച്ചില്ല നാട്ടിൽ വരുവാണെന്നോ
അല്ലെങ്കിൽ വന്നിട്ടുണ്ടെന്നോ എപ്പോൾ വരുമെന്നോ ഒന്നും എന്നെ അറിയിച്ചിട്ടില്ല. സർപ്രൈസിംഗ്ലി ഞാൻ ഒരു ദിവസം ക്ലാസ് വിട്ട് കഴിഞ്ഞപ്പോൾ ഹി ജസ്റ്റ് കോൾ മീ വിത്ത് ഹിസ് ഫ്രണ്ട്. ഇല്ല, ഹി ജസ്റ്റ് കെയിം വിത്ത് ഹിസ് ഫ്രണ്ട് ആൻഡ് ആ ചേട്ടന് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന് പുറത്തോട്ട് വരും, ഐ ഹാവ് ടു ഗിഫ്റ്റ് യു സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. ലൈക്ക് മുമ്പ് എന്നോട് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ഇന്ന് കോളേജിൽ വരും, നിനക്കൊരു സാധനം തരും എന്നൊക്കെ. ദാറ്റ്സ് ലൈക്ക് ഓക്കെ. ആൻഡ് ദാറ്റ് ഫ്രണ്ട് കോൾഡ് മീ. ഞാൻ കോളേജിൽ നിന്ന് പുറത്തോട്ട് വന്നു. ആ ചേട്ടൻ കയ്യിൽ എന്തോ ഗിഫ്റ്റ് സംതിങ് എന്തോ വെച്ചിരുന്നു. ഞാൻ ഓക്കെ എന്തോ തരാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയപ്പോൾ ഹി ജസ്റ്റ് കെയിം ഫ്രം ദാറ്റ് അതർ സൈഡ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. ഇഫ് ഹി വാസ് മൈ കറണ്ട് ബോയ് ഫ്രണ്ട് ഞാൻ കുറച്ചുകൂടെ ഹാപ്പിയാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ. ബട്ട് ഇപ്പോൾ ഐ ജസ്റ്റ് ഷെയർ മൈ എക്സ്പീരിയൻസ്. അപ്പോൾ അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഐ എം എ പേഴ്സൺ ഹു ലവ് സർപ്രൈസസ്. എനിക്ക് സർപ്രൈസ് തരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സർപ്രൈസ് എൻ്റെ ലൈഫിൽ ബെസ്റ്റ് എവർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സർപ്രൈസ് ആയിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു എക്സ്പ്രസ് യുവർ ലവ് ഫോർ സംവൺ? ഓക്കെ, ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഫസ്റ്റ് തിങ് ഇസ് ത്രൂ ഫിസിക്കൽ ടച്ച്. എനിക്ക് ഫിസിക്കൽ ടച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നോട് ഒരാൾക്ക് അഫെക്ഷനേറ്റ് ലവ് ഉണ്ടെങ്കിൽ ദേ ഷുഡ് ഷോ സം ഫിസിക്കൽ ടച്ച്. അതിലൂടെ കാണിക്കണം. ലൈക്ക് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ ഹോൾഡിങ് ഹാൻഡ്, ടാപ്പിംഗ് മൈ ഷോൾഡർ, ടാപ്പിംഗ് മൈ ഹാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിസിക്കൽ ടച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ്സ് വൺ തിങ് ദാറ്റ് കീപ് ഗോയിങ്. ഇപ്പോൾ ഏത് റിലേഷൻ ആയാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് സ്പെൻഡിങ് ക്വാളിറ്റി ടൈം. ഇപ്പോൾ ഫാമിലിയുടെ കൂടെ ആയാലും when I talk to them about spending quality time with them, I just put off my phone aside. ഫോൺ മാറ്റി വെച്ചിട്ട് വേറെ ഒന്നും എൻഗേജ്ഡ് ആവത്തില്ല. അവർ പറയുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ നല്ലൊരു ടോക്കിൽ ഏർപ്പെടും, അല്ലെങ്കിൽ നല്ലൊരു സംസാരിക്കും. അതൊക്കെയാണ് ഞാൻ അവരോട് ലവ് കാണിക്കുന്നത്. ഈവൻ മൈ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും അപ്പോൾ അവർക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം എന്നോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഫോൺ സൈഡ് മാറ്റി വെച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് ഐ ജസ്റ്റ് ലിസൺ. അവരെന്താണ് പറയുന്നതെന്നുള്ളത് ഐ ജസ്റ്റ് വാല്യൂ ദം. അവരുടെ ആ ഒരു എന്നോടുള്ള ആ ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ എന്നോട് തരുന്ന ഒരു ടൈം ഞാൻ വാല്യൂ ചെയ്യണമല്ലോ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ ഫിസിക്കൽ ടച്ചിലൂടെ ആയിരിക്കും. ദാറ്റ്സ് ദ വൺ തിങ്, ദ വേ ഐ ഷോ ലവ് ടു സംവൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് യുവർ ബോഡി വെയ്റ്റ്? ഓക്കെ, കറൻ്റ്ലി ഞാൻ ലാസ്റ്റ് വീക്ക് എൻ്റെ ബോഡി വെയ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് 60 kg. ആക്ച്വലി ഞാൻ 69 kg നിന്ന് 60 kg വന്നതായിരുന്നു. ഇപ്പം എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ 58, 57 ആ ഒരു ഇതിലോട്ട് കൊണ്ടുപോകണമെന്നാണ്. അത്രയെങ്കിലും എൻ്റെ ഹൈറ്റിന് വേണം, അത്ര വെയിറ്റിന് ഹൈറ്റിന് വേണം. സോ ഐ എം ട്രൈങ് ടു ലൂസ് എ ലിറ്റിൽ മച്ച് വെയിറ്റ്. അപ്പം കുറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു ലെവൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോഡിയിൽ വെയിറ്റ് കുറയാന്നുള്ളത് കുറച്ച് പാടായിരിക്കുമല്ലോ. അപ്പം കറൻ്റ്ലി എൻ്റെ വെയിറ്റ് 60 ആണ്. ഇനി എനിക്ക് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു സിംഗിൾ ഓർ കമ്മിറ്റഡ്? I don't know whether I should answer this question or not. Okay, now I had a breakup a few months ago, and currently I am single. എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല കറൻ്റ്ലി. അതിനോടുള്ള ഇൻട്രസ്റ്റ് പോയി. ഫസ്റ്റ് ഓഫ് ഓൾ ആ റിലേഷൻ പോയ ശേഷം എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് തന്നെ പോയി. So currently I am single but not ready to mingle, and that's my current status. Yeah, single. Next question, are you a text person or a call person? Definitely I am a call person because എനിക്ക് ടെക്സ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. പാടുന്നത് ഇൻട്രസ്റ്റ് കുറവാണ് വെൻ കമ്പയർഡ് ടു കോളിങ്. കോൾ ചെയ്യുമ്പോൾ ഐ എം ജസ്റ്റ് ഭയങ്കരമായിട്ട് ഞാനങ്ങ് ഓപ്പൺ അപ്പ് ആകും. എനിക്ക് ഒരുപാട് ടൈം തരുന്നൊരു ഫീൽ വരും ഒരാൾ വിളിച്ച് സംസാരിക്കുമ്പോൾ. ഐ എം മച്ച് ഹാപ്പിയർ. കാരണം അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കോള് സംസാരിക്കും, അയാൾ സംസാരിക്കുന്നത് നമ്മളോട് ഹാപ്പി ആയിട്ടാണോ സംസാരിക്കുന്നത്, നമ്മളോട് ദേഷ്യം വെച്ചിട്ടാണോ സംസാരിക്കുന്നത്, സാഡ് ആണോ, അങ്ങനത്തെ ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അതുകൊണ്ട് എനിക്ക് കോളിൽ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോണ്ട് അവോയ്ഡ് എനിവൺസ് കോൾ. മനഃപൂർവ്വം ചിലരുണ്ടല്ലോ കാരണം കോൾ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പഠിച്ച കോള് എന്താണെന്നവരെ വെയിറ്റ് ചെയ്ത് ഇരിക്കുക. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഐ ജസ്റ്റ് ലവ് കോളിങ് പീപ്പിൾ. എനിക്ക് ടെക്സ്റ്റ് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് മെസ്സേജ് അയച്ചയച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു 10-15 എന്താണ് മെസ്സേജായിട്ട് ഇങ്ങനെ പറയും ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും ബെറ്റർ എനിക്ക് കോൾ ചെയ്ത് അന്ന് പറഞ്ഞു തീർക്കാം. അതാണ് എനിക്ക് കുറച്ചും ഇഷ്ടം. കുറച്ച് എൻഗേജ്ഡ് ആവാൻ ഇഷ്ടം എനിക്ക് ആളുകളോട്. സോ ഐ എം എ കോളിംഗ് പേഴ്സൺ. സോ ദിസ് ഇന്ററാക്റ്റീവ് സെക്ഷൻ കുറച്ച് എൻഡിലോട്ട് വന്നിരിക്കുകയാണ്. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഡു യു സ്റ്റേ ഫിറ്റ് ആൻഡ് ഹെൽത്തി ഓൾവേസ്? മേ ബി നിങ്ങൾ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് പോസ്റ്റ് കണ്ടിട്ട് മാത്രമായിരിക്കും ഞാൻ ഫിറ്റാണോ അല്ലെങ്കിൽ ഹെൽത്തി ആണോ നിങ്ങൾ പറയുന്നത്. ബട്ട് താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്. ബട്ട്
എനിക്ക് കുറച്ച് പാടാണ്, മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ് വെയിറ്റ്, അല്ലെങ്കിൽ എൻ്റെ ബോഡി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഐ യൂസ് ടു വർക്ക് ഔട്ട് 3 to 4 hours a week. ഐ യൂസ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ഐ യൂസ് ടു ലവ് വാക്ക് അലോട്ട്. എനിക്ക് നടക്കാൻ അവരോട് ഇഷ്ടമാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴും ഞാൻ കുറച്ച് കൺട്രോൾഡ് ആണ്. ഇപ്പം പോർഷൻസിലായാലും അല്ലെങ്കിൽ എടുക്കുന്ന ഫുഡിൽ കാലറീസ് ആയാലും അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കുറച്ച് ടിപ്സ് ഫോളോ ചെയ്തിട്ടാണ് ഐ എം സ്റ്റേയിങ് ഫിറ്റ് ആൻഡ് ഹെൽത്തി. ഓൾവേസ് എന്ന് പറയാൻ പറ്റത്തില്ല, റീസെൻ്റ്ലി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കുറച്ച് കോൺഷ്യസ് ആണ് ആ ഒരു കാര്യത്തിൽ. അപ്പം ദാറ്റ് ഇസ് ദ വൺ തിങ്. ഞാൻ ആക്ച്വലി ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ഇറക്കാം, സെപ്പറേറ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പം ഭയങ്കര ഒരു ഫണ്ണി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മിക്കവരും ചോദിച്ചത്. And thank you for asking me these kind of questions to make me so happy actually. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് പേഴ്സണൽ ആയിരുന്നു, ബട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ കുറച്ച് ഈസി ആയിരുന്നതുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റി. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദി വീഡിയോ. നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കമൻറ്റ് ബിലോ. സോ ഇനിയും ഇതുപോലുള്ള ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ, സ്റ്റേ ട്യൂൺ ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, ta-da!